പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 2025+1 ഏകജാലകം കമ്മ്യൂണിറ്റി പ്രവേശനത്തിൽ നടന്ന അട്ടിമറിക്കും ഇംഗ്ലീഷ് പരീക്ഷയുടെ ഉത്തരങ്ങൾ ചോർത്തി നൽകിയതുമായി ബന്ധപ്പെട്ടും ഉണ്ടായ ക്രമക്കേടുകൾക്കെതിരെ MSF പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6 വിദ്യാർത്ഥികളെ അവരുടെ രക്ഷിതാക്കളുടെ അനുമതിയില്ലാതെ ഏകജാലക പ്രവേശന നടപടികളിൽ നിന്നും പുറത്താക്കിയതായും ഭാരവാഹികൾ ആരോപിച്ചു. പരാതികൾ ഉയർന്നതോടെ സ്കൂൾ അധികാരികൾ വിദ്യാർത്ഥികളെ തിരികെ കയറ്റിയതായും പറയുന്നു. ഇതോടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ലഭിക്കേണ്ട മുസ്ലിം വിദ്യാർത്ഥികളുടെ അത്രയും സീറ്റുകൾ നഷ്ടപ്പെടുത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. 2024 പൊതുപരീക്ഷയിൽ ഇംഗ്ലീഷ് പരീക്ഷയുടെ ഉത്തരങ്ങൾ ചോർത്തി നൽകിയതിനും ഇതേ പരീക്ഷയിൽ 10 ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് അർഹതപ്പെട്ട സഹായിയുടെ സേവനം ലഭ്യമാക്കാതെ തോൽപ്പിച്ച വിഷയത്തിലും മുഖ്യമന്ത്രി, മന്ത്രിമാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവർക്ക് നൽകിയ പരാതികൾ സ്വാധീനങ്ങൾക്ക് വഴങ്ങി അട്ടിമറിച്ചതായും MSF ആരോപിച്ചു. MSF സംസ്ഥാന ഹരിത കൺവീനർ MA തമന്ന, ജില്ലാ കൗൺസിൽ അംഗം ഷെമീസ് അലി, മണലൂർ മണ്ഡലം സെക്രട്ടറി ഷെഫീഖ് അഹമ്മദ്, വൈസ് പ്രസിഡന്റ് CU സഫ്വാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി കോട്ട, സിവിൽ കോട്ട എല്ലാവരും ശരിയായ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ 6 വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കി. അവരുടെ സമ്മതം, പാരൻസിന്റെ സമ്മതം പുറത്താക്കിയിട്ടുണ്ട്. അത് ശരിയായ കാര്യമാണ്. ഇക്കാര്യം ഞങ്ങൾ ഇവിടെ വേണമെങ്കിൽ ഏറ്റു പറയാൻ തയ്യാറാണ്. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചൊരു തെറ്റാണ്. നമ്മളെല്ലാ ഭാരവാഹികളുടെ മുന്നിൽ വെച്ചിട്ടും പ്രിൻസിപ്പൾ ഏറ്റു പറഞ്ഞൊരു കാര്യമാണ്. ഇതേ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പിന്നീട് ഞങ്ങൾ RTI പ്രകാരം ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ പ്രിൻസിപ്പൾ തന്നെ പിന്നീട് പറയാണ് ഞങ്ങൾ യാതൊരു കുട്ടികളെയും ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അതിൻ്റെ രേഖകളും ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രിന്റൗട്ടിൽ വെച്ചിട്ടുണ്ട്. അതായത് എത്ര വിദ്യാർത്ഥികൾ പുറത്താക്കിയിട്ടുണ്ട്, ഇങ്ങനൊരു വിഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനൊരു വിഷയം സംഭവിച്ചിട്ടില്ല, ഒരൊക്കെ കുട്ടികളെ ഈ പ്രോസസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഈ കുട്ടികളെ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിൽ നിന്ന് പുറത്താക്കിയത് ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ഞങ്ങൾ ചെയ്തത്.